ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നിർണായക തെളിവുകൾ ശേഖരിച്ച ക്രൈംബ്രാഞ്ച്. രാഹുലിന്റെ നിർബന്ധത്തെ തുടർന്ന് ഗർഭചിത്രം നടത്തിയത് 2 യുവതികളെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കേരളത്തിനകത്തും പുറത്തുമായി ഗർഭചിത്രം നടത്തിയതിന്റെ ആശുപത്രി രേഖകൾ ഇന്റലിജൻസ് ശേഖരിച്ചു. ഇരയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം നിയമോപദേശം തേടും. കമലേഷ് തെക്കേക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതികളിൽ രാഹുലിനും ഒപ്പം കോൺഗ്രസിനും കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. വളരെ പഴുതടച്ച നിലയിലുള്ള അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടന്നിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി നിർണായകമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചും ഇന്റലിജൻസും ശേഖരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് എന്നുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള. ഏതായാലും 2 പെൺകുട്ടികളെ ഇത്തരത്തിൽ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി രാഹുൽ അല്ലെങ്കിൽ അത്തരത്തിൽ 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയതായി അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ കേരളത്തിനകത്തും അതുപോലെ തന്നെ മറ്റൊരാൾ കേരളത്തിന് പുറത്തും എത്തിച്ചാണ് ഇത്തരത്തിൽ ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയിട്ടുള്ളത്. അതിന്റെ ആശുപത്രി രേഖകൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് രാഹുലിന് കൂടുതൽ കുരുക്ക് മുറുക്കുന്ന നിലയിലേക്കായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിരവധിയായ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു എങ്കിൽ പോലും ഇരകളുടെ പരാതി ഇതിനകത്തില്ല എന്നുള്ളതാണ് ഒരു അന്വേഷണ സംഘം നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ മൊഴി നൽകാനും ഇരകൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് പരാതികളുണ്ടെങ്കിലും ആ പരാതികളെ സാധൂകരിച്ചുകൊണ്ട് ഇരകളുടെ മൊഴി ഉണ്ടെങ്കിൽ അത് മതിയാകുമെന്നുള്ളതാണ്. ആ നിലയിൽ മൊഴി രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച നീക്കങ്ങളിലേക്കാണ് ഇനി അന്വേഷണ സംഘം പോകുന്നത്. ഈ കേസിന്റെ അന്വേഷണവുമായി ഈ ഇരകളായ യുവതികൾ സഹകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇനി അടുത്ത നീക്കം എങ്ങനെയായിരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമോപദേശം തേടാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ പരാതി നൽകിയിട്ടുള്ള പൊതുപ്രവർത്തകൻ എച്ച് ഹാഫീസ് ഒരു പെൻഡ്രൈവിനകത്ത് കൂടുതൽ തെളിവുകളും മൊഴിയും ഉൾപ്പെടെ ഇന്ന് തിരുവനന്തപുരം യൂണിറ്റിനെത്തി, ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം യൂണിറ്റിലെത്തി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വളരെ കൃത്യമായ, വളരെ പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നു. വളരെ കൃത്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് കോൺഗ്രസിനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനും വലിയ കുരുക്കാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അസിത, ശരി, കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.